ഞങ്ങളിന്ന് വന്നേക്കുന്നത് എവിടെയാണെന്നറിയാമോ? കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്നത് ഉത്സവത്തിനായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പിറന്നാളായതുകൊണ്ട് അവനവിടെ പോകണമെന്ന് ആഗ്രഹം. ആൾക്കവിടെ പോകണം വലിയ ഇഷ്ടമാണ്. ആനയും ഗണപതി അമ്പലവും ഒക്കെയാണ് അയാൾക്ക് ഇഷ്ടം. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്ന് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിനുള്ളിൽ കയറാനൊക്കെ പറ്റിയത്. പിന്നെന്താ, ഞങ്ങളവിടെ ഉണ്ണിയപ്പം വാങ്ങാൻ നിന്നു. ഉണ്ണിയപ്പത്തിനെ വാങ്ങിക്കാനൊക്കെ നല്ല ആളുണ്ടായിരുന്നു. അതിന് മുന്നായിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങുന്നതിന് മുമ്പായിട്ട് അവിടെയൊക്കെ ഞങ്ങളൊന്ന് ചുറ്റിക്കണ്ടു. അതിനുശേഷമാണ് ക്യൂവിൽ നിന്നത് തന്നെ. തിരക്ക് കണ്ട് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ കരുതി ഇനിയും നിന്ന് കറയും കഴിഞ്ഞാൽ ക്യൂ വലുതാവും, അതിനു മുന്നേ ക്യൂവിലൊക്കെ നിന്ന് പോയി തൊഴുതിറങ്ങാമെന്ന്. ഇവന്മാർക്ക് അവിടെയൊക്കെ ചുറ്റി അടിക്കണം. രണ്ടാമത്തെ ആൾക്കാണെങ്കിൽ ആന വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേക്കും നമ്മൾ ശിവരാജുവിനെ കണ്ടു. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. ഇതാണ് അവരുടെ അച്ചാമ്മ. അതാണ് എൻ്റെ അമ്മ. അച്ചാമ്മയും അമ്മാമ്മയൊക്കെ ആയിട്ടൊരു കറക്കം. ഉത്സവത്തിന് കൊണ്ടുപോകണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. പക്ഷെ അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ വന്നെങ്കിലും ആളുടെ നേർച്ചയൊക്കെ നടത്തി തേങ്ങയൊക്കെ ഉടച്ചു. എല്ലാവർക്കും തേങ്ങ അടിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ തേങ്ങയൊക്കെ അടിച്ച് അവിടെയും ചെറിയ രീതിയിൽ തിരക്കുണ്ട്. അല്ലെങ്കിലും ഗണപതി അമ്പലത്തിൽ വരുമ്പോഴേ എപ്പോഴും ഇങ്ങനെയാണ്. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ നല്ല ആളുണ്ടാവും. കാര്യം എല്ലാവർക്കും നേർച്ചയും അങ്ങനെയൊക്കെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ അച്ഛൻ്റെ സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്തായാലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്കും വരണമെന്ന് ആഗ്രഹമാണ്. പിന്നെ ഉണ്ണിയപ്പം കൗണ്ടറിൽ പോയി. അവിടെയും ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്ന്, ഞങ്ങളല്ല ഞാൻ, ഇവരൊക്കെ കറങ്ങി അടിച്ച് ഇങ്ങനെ ആനയെ കാണണമെന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ക്യൂവിൽ നിന്ന് റെസിപ്റ്റൊക്കെ എഴുതി വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തിനുള്ളിലായിട്ട് സൈഡ് ഭാഗത്തായിട്ടാണ് ഉണ്ണിയപ്പം കൊടുക്കുന്നത്. അവിടെയും ചെറിയൊരു ക്യൂ ഉണ്ട്. രണ്ടിടത്തുള്ള ക്യൂവും ഒക്കെ കഴിഞ്ഞ് ഉണ്ണിയപ്പം വാങ്ങിക്കാനുള്ള തിരക്കാണ് അവിടെ. കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ അങ്ങനെ എനിക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ഉത്സവമായിട്ടാണെങ്കിൽ പോലും എന്തോ സൈഡിൽ കൂടെ എനിക്ക് വാങ്ങിക്കാൻ പറ്റി. ഇന്ന് എനിക്കങ്ങനെ പറ്റുമെന്ന് വിചാരിച്ച് ഞാനൊന്ന് കറങ്ങി നോക്കി. പക്ഷെ നടക്കുന്നില്ല. ക്യൂവിൽ തന്നെ നിൽക്കേണ്ടി വന്നു. പോട്ടെ, നിൽക്കാം, എല്ലാവരും നിൽക്കുന്നതല്ലേ. അങ്ങനെ ഇന്ന് തന്നെ ഉണ്ണിയപ്പം വാങ്ങിക്കാമെന്നും കരുതി. വലിയ ഞെരുക്കായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും കുറച്ച് സമയം ക്യൂവിൽ നിന്നു. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങി. ഒരു പാക്കറ്റിന് 40 രൂപയാണ് കേട്ടോ. ഞങ്ങൾ 8 പാക്കറ്റ് വാങ്ങി. എന്തിനാണോ എന്തോ അങ്ങ് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയും കൂടി ഇനി ഇത് ചീത്തയായി പോകുന്നതിന് മുന്നേ എല്ലാവർക്കും കൊടുത്തങ്ങ് തീർക്കണം, ഇല്ലെങ്കിൽ ഇത് വെച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഇവിടുത്തെ ഉണ്ണിയപ്പം ഒരു പ്രത്യേക രുചിയാണ്. ഇതമ്മ, ഇത് ചേട്ടൻ്റെ അമ്മ. രണ്ടുപേരും നിൽക്കുന്ന വേറൊന്നുമല്ല, ഫോട്ടോ എടുക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നത്. വീഡിയോ ആണെന്ന് അവരറിയുന്നില്ല. എന്തായാലും പോട്ട്. പിന്നെ ഇവന്മാർക്കെന്തോ ആ കുളക്കടവിലോട്ട് പോകണം, അതായിരുന്നു ഉദ്ദേശം. കാത്തു നിൽക്കുമായിരുന്നു ഞാൻ ഉണ്ണിയപ്പൊക്കെ വാങ്ങി വരട്ടേന്ന് വെച്ചിട്ട്. എന്തായാലും കുളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. കുളത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴും അവിടെയും കുറച്ച് ആളുകളൊക്കെ ഇല്ല. കുഞ്ഞു പിള്ളേരുടെ ഒരു ബഹളം. പിന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ മീനുകൾക്കൊന്നും കൊടുക്കാൻ പാടില്ലെന്ന്. ഇവരെല്ലാവരും ഇങ്ങനെ ആളനക്കം തട്ടുമ്പോൾ എന്തോ തിന്നാൻ കിട്ടുന്ന പോലെ ഓടി വരുമായിരുന്നു. പക്ഷെ ഓരോരുത്തർ ഉണ്ണിയപ്പമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പൊരിയൊക്കെ വാങ്ങി ഇട്ട് കൊടുക്കാമെന്ന്. കാര്യം മീനുകൾക്കൊന്നും കൊടുക്കരുത് എന്നുള്ളൊരു എണ്ണയുടെ ഒരു മിഴുക്കായിരുന്നു ആ വെള്ളത്തിൽ മൊത്തം. ഞാനത് ആദ്യമേ കണ്ടു. ആ സ്റ്റെപ്പ് ഇറങ്ങുന്നവരെ മതിയായിരുന്നു ഇവർക്ക് അമ്മ. ഇപ്പോഴോ അവരിഷ്ടത്തിന് അവർ പോയി. പഴുക്കലുണ്ട് കേട്ടോ അവിടെ. പഴുക്കലുള്ളതുകൊണ്ട് എനിക്കൊരു പേടി, ഇവന്മാരെങ്ങനെ കാല് വെച്ച് കൊടുക്കുമെന്ന്. അധിക സമയം വരെ നിർത്താൻ പറ്റത്തില്ല, കാര്യം ഈ കൺട്രോളൊക്കെ അങ്ങ് പോവും. പിന്നെ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല വെള്ളത്തിലെടുത്ത് ചാടുന്നു. ചെറിയവരെയാണ് എനിക്ക് പേടി. അങ്ങനെ ഞങ്ങൾ ആ മീനുകൾക്ക്
ഇവന്മാർക്ക് ഇറങ്ങി തപ്പണമൊക്കെ ഉണ്ടായിരുന്നു. മീനുകൾക്ക് ഉണ്ണിയപ്പമൊക്കെ ഇവന്മാർ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇത് കരയിലോട്ട് ഇങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട് ഇവന്മാർ പണിയൊക്കെ നോക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളമൊക്കെ കോരി ഇങ്ങനെ കുടഞ്ഞു നോക്കി. ഇല്ല, ഒന്നും വരുന്നില്ല. പക്ഷേ ഇവന്മാർ പിന്നെ എന്തോ ഇത് ഉണ്ണിയപ്പം പൊടിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. ഉണ്ണിയപ്പം പൊടിച്ചിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മീനുകളൊക്കെ കയറി വരാനൊക്കെ തുടങ്ങി. ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ വന്നു തുടങ്ങി. നല്ലതായിട്ട് നമുക്ക് കൈയിട്ട് ഇങ്ങനെ പിടിക്കാൻ പാകത്തിന് വരെ വന്നു തുടങ്ങി. വലിയ മീനുകളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ വല വെച്ച് തിരിച്ചിരിക്കുന്ന അത്ര ഭാഗമല്ല, അപ്പുറത്തോട്ടും കാണും. എന്തോ അങ്ങോട്ട് ആഴമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ കിടക്കുന്നവർക്ക് നല്ല കോളം എന്ന് വെച്ചാൽ വരുന്നവരൊക്കെ ഓരോന്നിട്ട് കൊടുക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാർ. നല്ല രസമുണ്ട്. ഇവിടെ വരാനായിരുന്നു കുട്ടീസിന് ധൃതി. എന്തായാലും ആനയെ കാണാൻ പറ്റാത്ത സങ്കടം, മീനുകളെ കണ്ട് അവന്മാർ സമാധാനപ്പെട്ടു. പിന്നെ ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോ ഇങ്ങനെ ഇരുന്നപ്പോൾ കാണാം അവർക്ക് വലിയ താല്പര്യമില്ല. കാര്യം ആനയെ കാണാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നു. ആ മുഖത്തത് കാണാം. പക്ഷെ എന്നാലും ഒപ്പിച്ചു കൂട്ടിയൊരു ചിരിയൊക്കെ തന്നു. പിന്നെ എങ്ങനെയെങ്കിലും പാടുപെട്ടെങ്കിൽ മുകളിൽ കയറ്റി. കാര്യം കയറി വരത്തില്ല, തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞാൻ നിന്നു. കാര്യം അധിക സമയം നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീനുകളവന്മാർ വാരും. അവർക്കാണെങ്കിൽ പിന്നെ മീനുകളെ കണ്ടു കഴിഞ്ഞിട്ട് ഒട്ടും മനസ്സില്ല, വിശപ്പുമില്ല, ദാഹവുമില്ല, ഒന്നുമില്ല. അവർക്ക് തീറ്റിച്ചങ്ങ് നിന്നാൽ മതി എന്നൊരു ചിന്തയായി. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി മുകളിലോട്ട് കൊണ്ടുപോയി. വീണ്ടും കാഴ്ചകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല. ഇവർ ആനയുടെ ചിന്ത മനസ്സിലിരിക്കുന്നതുകൊണ്ട് അവരും കൂടെ പോരുന്നു. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ചെറിയ ആൾക്ക് മുണ്ടൊക്കെ കൊടുത്തുകൊണ്ടേക്ക് നടക്കാനൊരു ബുദ്ധിമുട്ട്. ചേട്ടന്മാർ മുണ്ടെടുത്തപ്പോൾ അയാൾക്കും ഒരാഗ്രഹം. പിന്നെന്താ, 3 പേരും കൂടി സമാധാനം കിട്ടുന്നില്ല കയറി വന്നിട്ട്. അവർ വീണ്ടും അവിടെ നിന്ന് മീൻ, അവിടെ ഒരു വലിയ മീനെ കണ്ടു. പക്ഷേ നമുക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ വെയിലടിച്ചപ്പോൾ ഉണ്ടല്ലേ നല്ല തിളക്കം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയും പൂട്ടി കെട്ടിയിട്ടിരിക്കുന്ന സ്റ്റെപ്പൊക്കെയാണ്, അവിടെ നിന്ന് ആർക്കും ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ വലിയ മീനുകളെ ഇവന്മാർ കണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവന്മാർക്കും കൂടെ തിരിച്ചു വരാനും തോന്നുന്നില്ല. ആ വെയിലൊക്കെ അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമുക്കിങ്ങനെ കാല് വെച്ച് അല്ലെങ്കിൽ കൈ വെച്ചൊക്കെ തൊട്ട് കൊടുക്കാൻ തോന്നും. പിന്നെ ഞങ്ങളൊരു കറക്കമൊക്കെ കറങ്ങി ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അച്ചാമ്മയെ പിടിച്ചുകൊണ്ട് മൂത്തവൻ. പിന്നെ എല്ലാവർക്കും കഴിക്കണമെന്നുള്ള ചിന്തയായി. എനിക്കാണെങ്കിൽ വിശപ്പ് തുടങ്ങി. ഒരു കട കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാനുള്ള പരിപാടിയായി. പിന്നെ അപ്പുറത്ത് ശിവൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടെ ഉത്സവം നടക്കുകയാണ്. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകണമെന്നായി. എന്തായാലും ഇന്ന് അമ്പലത്തിൽ കറക്കം തന്നെ തീരുമാനിച്ചു. പിന്നെ കാണാൻ നമ്മളവിടെ ഇയാളവിടുത്തെ ഒരു ആനയായിരുന്നു. ഇത് ചരിഞ്ഞതാട്ടോ. അയാളുടെ മുന്നിൽ കൊണ്ട് നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തപ്പം ശിവരാജുവിനെ കാണാൻ പറ്റാത്ത സങ്കടമൊക്കെ അങ്ങ് മാറി. എന്തായാലും അവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലുള്ളത് കൊണ്ട് ഇവർക്ക് നല്ലതായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്നാലും ദൂരെയൊക്കെ നിന്ന് ഇവന്മാർ ആനയുടെ വിഗ്രഹമൊക്കെ കണ്ടു. ചെറിയൊരു കറക്കത്തിനൊക്കെ ഇവന്മാർ പോയി. നല്ല വെയിലുള്ളത് കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പം കുറച്ചും കൂടി നേരത്തെ ആയിരുന്നു. ഇത്തവണ നല്ല വെയിലടിച്ചതുകൊണ്ട് ഇവർക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ വലിയ ചിരിയൊന്നും വന്നില്ല. പിന്നെ ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ പോയി. അവിടെ ഒരു കല്യാണവും ഉത്സവമൊക്കെ ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണ പാർട്ടീസൊക്കെ അപ്പുറത്തുള്ളതുകൊണ്ട് നമ്മൾ അധികം ഒന്നും കറങ്ങാൻ നിന്നില്ല. അവിടെ ചെറുക്കനും പെണ്ണിൻ്റെയും ഫോട്ടോ എടുപ്പ്, ബഹളം, ബന്ധുക്കൾ, അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഈ സൈഡ് പിടിച്ചൊക്കെ ഞങ്ങളങ്ങ് കറങ്ങി. അവിടെയും എന്താ പറയണ്ടേ, ഇതമ്മ, ചേട്ടൻ്റെ അമ്മ. ഇങ്ങനെ ഇതാണ് ക്യാമറാമാൻ, ഞങ്ങളുടെ ക്യാമറാമാനും കുഞ്ഞുങ്ങളും പോന്നു. അവിടെയുണ്ടൊരു കുളം, അവിടെ ഫുള്ള് കെട്ടിപ്പോട്ടിട്ടിരിക്കും കേട്ടോ. അത് ഞാൻ വിചാരിച്ച നന്നായിരുന്നു. കാര്യം ഇവന്മാർക്ക് അവിടെയും കൂടെ ഇറങ്ങിയിട്ട് പിന്നെ കയറി വരാൻ മതിയാവും. മൊത്തം പായൽ പിടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെയും വലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട്. മീനുകളെയൊന്നും കാണാൻ പറ്റില്ല. മീനൊന്നും അവിടെ ഇല്ലയെന്ന് തോന്നുന്നു. ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഒന്നിന് മുകളിലോട്ട് കാണുന്നില്ല. ഇവിടെ ഒന്നും ഇട്ടൊന്നും പൊരിയും ഒന്നും
കഴിക്കാൻ കൊടുക്കണമെന്നൊന്നും ആരും അതിനോട്ട് ഒന്നും കാണിക്കുന്നില്ല. അങ്ങോട്ടധികം ആരും പോണതുമില്ല. പിന്നെ പായലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്, ഒന്നും കാണാത്തതായിരിക്കും. പക്ഷെ വെയിലായതുകൊണ്ട് നമ്മൾ അമ്പലത്തിനുള്ളിൽ ചെരുപ്പിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കറങ്ങി ഇവിടെ ഒരു നാഗരുടെ ഒരു കാവ് കണക്കുണ്ടായിരുന്നു. അവിടെയും പൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് ഒന്നും കയറാൻ പറ്റില്ല. പുറത്തൊന്നും തൊഴാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാം സമയം കഴിഞ്ഞു. ഇതിൽ അകത്ത് കയറി തൊഴാൻ പറ്റി. പിന്നെന്താ, മൊത്തത്തിലൊരു ചെറിയ കറങ്ങി അടിച്ചത്. ഉള്ളിലോട്ട് ഞങ്ങൾ കയറില്ല. അമ്മ ഫോട്ടോ എടുക്കുവാണെന്നങ്ങ് വിചാരിച്ച് നിൽക്കുവാണ് കേട്ടോ. വീഡിയോ ആണെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ കറങ്ങി ഞങ്ങളവിടെ മൊത്തത്തിൽ അതാ പോകുന്ന ചേട്ടൻ്റെ അമ്മ, പിള്ളേർ, ചേട്ടൻ ഓടിച്ചിട്ടൊരു കറക്കം. കാര്യം വിശപ്പ് ഒക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ക്ഷീണമായി. ഇവിടെയും ആനയെ കാണാമെന്നുള്ള സന്തോഷത്തിലായിരുന്നു പയ്യൻസ്. പക്ഷേ ഇവിടെ ഒന്നിനെയും കണ്ടില്ല. ഉത്സവമല്ലേ, അപ്പോൾ എവിടെയെങ്കിലും ആന കാണുമെന്ന് വിചാരിച്ച്. അവിടെയില്ല. പിന്നെ അതാണ് നമ്മുടെ അതെന്തോന്ന് അറിയത്തില്ല, അവിടെ കുറച്ച് കുടങ്ങൾ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. കുടങ്ങൾ, ഒന്ന് വലുത്, പിന്നെ അതിൻ്റെ അടുത്ത ചെറുത്, ഏറ്റവും അവസാനം കുഞ്ഞിത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. കാരണം പൊട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അതെന്താ അതിൻ്റെ സംഭവം എന്നൊന്നും അറിയത്തില്ല. അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ കല്യാണ പാർട്ടീസും ബഹളമൊക്കെ ആയതുകൊണ്ട് അധികം കറക്കത്തിന് നിന്നില്ല. പിന്നെന്താ, നമ്മുടെ വീഡിയോയും കാഴ്ചകളും അമ്പലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ല ദിവസം നേർന്നുകൊണ്ട് അപ്പോൾ ടാറ്റാ എല്ലാവർക്കും.